2006 മോഹൻലാൽ, ഷാജി കൈലാസ്, SN സ്വാമി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമയായിരുന്നു ബാബ കല്യാണി. തീവ്രവാദം മുഖ്യപ്രമേയമാക്കിയ സിനിമ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് M3 ഡിവിഷന്റെ മേധാവിയായ IPS ഓഫീസറായാണ് മോഹൻലാൽ എത്തിയത്. ഡൽഹിയിൽ ചെങ്കോട്ടയിൽ സംഭവിച്ചതുപോലെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളാണ് ബാബ കല്യാണി എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ തീവ്രവാദികൾ ഉപയോഗിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രമായ പഴനിയാണ് തീവ്രവാദികൾ കാർ ബോംബ് സ്ഫോടനത്തിൽ ലക്ഷ്യമിടുന്നത്. ചെങ്കോട്ടയിൽ കാറിൽ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത് 3 ഡോക്ടർമാരായിരുന്നു. വൈറ്റ് കോളർ തീവ്രവാദം ആദ്യമായി എടുത്തുകാട്ടിയ സിനിമയായിരുന്നു ബാബ കല്യാണി. ഇന്ദ്രജിത്ത് സുകുമാരൻ അവതരിപ്പിച്ച സഹീർ അഹമ്മദ് ബാബു എന്ന കഥാപാത്രമായിരുന്നു സിനിമയിലെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പ്രധാന വില്ലൻ. ജെന്റിൽമാൻ ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന കോളേജ് പ്രൊഫസറിന്റെ കഥാപാത്രത്തെയാണ് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്നത്. അതിൽ പ്രൊഫസർ എന്ന മുഖംമൂടി അണിഞ്ഞ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സൂത്രധാരനായി പ്രവർത്തിക്കുന്ന ആളാണ് ബാബു. ഇവിടെ ഡൽഹി സ്ഫോടനത്തിൽ സൂത്രധാരനും ചാവേറും ഒരു ഡോക്ടറാണെന്നതാണ് വ്യത്യാസം. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരും ഡോക്ടർമാർ തന്നെ. എല്ലാം യാദൃച്ഛികം മാത്രമാണെന്നാണ് തിരക്കഥാകൃത്തായ SN സ്വാമി പറയുന്നത്. 10-20 വർഷം മുമ്പാണ് ഈ സിനിമയുടെ കഥ ഞാൻ എഴുതിയത്. പലരും സാമ്യം പറഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയിൽ ബാബുവിന്റെ യഥാർത്ഥ മുഖം കുടുംബാംഗങ്ങൾക്കോ ഭാര്യയ്ക്കോ പോലും അറിയില്ലായിരുന്നു. ബിസിനസ്സുകാരൻ നിസാം മുഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായി കുമാർ പോലും മരുമകൻ തീവ്രവാദിയാണെന്ന് അറിയുന്നത് അവസാന ഭാഗത്താണ്. ഏതാണ്ട് ഇതിന് സമാനമാണ് ഡൽഹി സ്ഫോടന കേസിലെ പ്രതിയുടേതും. ഡോക്ടർ ഉമർ നബിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം അവിശ്വസനീയതയോടെയാണ് അയാളുടെ ഭീകരബന്ധത്തെക്കുറിച്ച് കേട്ടത്. മാന്യനും അന്തർമുഖനുമായ ഉമറിന്റെ തീവ്രവാദ ബന്ധം വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 19 വർഷങ്ങൾക്കിപ്പുറം ചെങ്കോട്ട സ്ഫോടനം മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുമ്പോൾ ബാബ കല്യാണി എന്ന സിനിമയും ചർച്ചയാവുകയാണ്.